ഞാനിന്ന് അൽഫുഡി സൂരജ് TVM എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ കണ്ട ഒരു വീഡിയോ ആണിത്. പുള്ളിക്കാരൻ തിരുവനന്തപുരത്ത് ഉള്ള ഒരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് പോകുന്നു. അവിടെ വെള്ളത്തിലൊക്കെ ഇറങ്ങിയിരിക്കുന്നു. അവിടെ കുറെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്, കുളിക്കുന്നുണ്ട്. കുറച്ച് പെൺകുട്ടികളൊക്കെ വരാൻ നേരത്ത് ഒരു സൈഡിൽ നിൽക്കുന്ന അവിടെ കുളിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാള് തുണുവൊക്കെ കാണിക്കുന്നു. ഇതൊരു വീഡിയോ ഞാൻ ഇന്ന് കണ്ടു. അപ്പൊ ഇതിന്റെ ഫുൾ വീഡിയോ ഈ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ അവൈലബിൾ ആണ്. നിങ്ങൾ കയറി നോക്കിയാൽ മനസ്സിലാവും. എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. നമ്മുടെ നാട്ടില് എവിടെ നോക്കിയാലും ടൂറിസ്റ്റ് സ്പോട്ടുകളാണ്. എവിടെ നോക്കിയാലും നിങ്ങൾ ഏത് കോർണറിൽ പോയി നോക്കിയാലും നമുക്ക് സാധ്യതകൾ എന്ന് പറഞ്ഞാൽ ഗംഭീര സാധ്യതകളാണ്. നമ്മുടെ നാട്ടില് ആരും ഗൾഫിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ നാട്ടിലുള്ള പല മേഖലകളും നല്ല കിട്ടിരനായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഡെവലപ്പ് ചെയ്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലിരുന്ന് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഗൾഫിലൊക്കെ പോകുന്നത് നമ്മുടെ കഴിവുകേട് കൊണ്ടാണ് എന്ന് അഭിപ്രായമാണ് എനിക്കുള്ളത്. പല സ്ഥലങ്ങളും ഇപ്പൊ കായലുകളുള്ള, കടലുകളുള്ള, അല്ലെങ്കിൽ തോടും പുഴയും അല്ലെങ്കിൽ എങ്ങനെ നോക്കുക, നിങ്ങൾ എവിടെയും നോക്കുക, ഏത് സ്ഥലവും നമുക്ക് ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ പലപ്പോഴും നമുക്ക് ഫാമിലി ആയിട്ട് പല സ്ഥലങ്ങളും പോയി നിൽക്കാൻ പറ്റത്തില്ല. ചില ഭാഗങ്ങളിൽ ഭയങ്കര ദുർഗന്ധം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പ്ലാസ്റ്റിക് ഒക്കെ കൊണ്ടിട്ടിട്ട് ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളെ ക്യാമറ നിരീക്ഷണത്തിലാണെന്നുള്ള ഫ്ലെക്സ് വെക്കുന്ന ഗതികേടാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഈ കോഴിയുടെ വേസ്റ്റ്, അല്ലെങ്കിൽ അറവുശാലകളിൽ നിന്നുള്ള വേസ്റ്റ്, വീടുകളിൽ നിന്നുള്ള വേസ്റ്റ്, കുട്ടികളുടെ ഈ സ്നഗ്ഗി പോലുള്ള കാര്യങ്ങളൊക്കെ ഈ കായലിനകത്തൂടൊക്കെ ഒഴുകിപ്പോകുന്നു നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഈ അടുത്ത സമയത്ത് കായംകുളത്ത് കൂട്ടുമാതരക്കടവ് തുറന്നൊരു പാലമുണ്ട്. അവിടുത്തെ പാലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് ഈ ലൈറ്റ് എല്ലാം സെറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് ഇട്ടിരിക്കുന്നത്. ഒരു മഞ്ഞ കളറുള്ള പെയിന്റ് ഒക്കെ അടിച്ചാണ് ഇട്ടിരിക്കുന്നത് കായംകുളത്തുള്ളത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഹായ് കൊടുക്കുക. നിങ്ങൾ ആ പാലത്തിൽ പോയി നിന്ന് നോക്കി കഴിഞ്ഞാല് കുറെ വിവരം കെട്ടവന്മാര് വന്നിട്ട് ഒരു ആൺകുട്ടിയുടെ പേര്, ഒരു ലവ് സിമ്പൽ, താഴെ ഒരു പെൺകുട്ടിയുടെ, ഈമാതിരി വിവരക്കേടുകൾ വേറെ ഉണ്ടോ? കുറെ ടീമുണ്ട്. ഇവന്മാര് മുദ്ര പതിപ്പിക്കുന്നത് കഴിവില്ലാത്തവന്മാര്, നാണം കെട്ടവന്മാരെന്ന് എനിക്ക് പറയാനുള്ളൂ. ഒരു സ്ഥലം നശിപ്പിച്ച് കളയുന്ന ഒരു പരിപാടി. പിന്നെ സേഫ് അല്ലാത്തൊരു പരിപാടിയുണ്ട്. നമ്മുടെ നാട്ടില് ഫാമിലിയൊക്കെ ആയിട്ട് ചിലപ്പം ഒന്ന് നടന്നു പോകേണ്ട സ്ഥലമൊക്കെ ആയിരിക്കും. നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കത്തില്ല, നമുക്ക് പേടി വരും. കാരണം എന്താ വെച്ചാല് എന്ത് തരത്തിലുള്ള ആക്രമണം ഉണ്ടാവും, എന്ത് തരത്തിലുള്ള അവിടെയൊക്കെ കാടും പടലും ഒക്കെ പിടിച്ച് പോച്ചയൊക്കെ വളർന്ന് അവിടെ ഇന്റർലോക്ക് ഇട്ടതിന്റെ മുകളിലൂടെ പോച്ച കിളിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ കായംകുളത്ത് ഒരു പാർക്ക് പണിഞ്ഞിട്ടുണ്ട്, മത്സ്യകന്യകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ പാർക്ക് കിടക്കുന്ന കിടപ്പ് നിങ്ങൾ കാണും. എത്ര കോടി രൂപയാണ് അതിനകത്ത് ചെലവാക്കിയതെന്ന് നോക്കി നിന്നാൽ നമുക്ക് മനസ്സിലാവും. വൃത്തിഹീനമായ രീതിയിൽ ക്ലീനിങ് ഇല്ലാതെ ഒരു പരിപാടിയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഈ ടൂറിസ്റ്റ് പ്ലേസ് എന്നൊക്കെ പറയുന്ന ടിക്കറ്റ് എടുത്ത് കയറുന്ന സ്ഥലങ്ങളുണ്ട്. ടോയ്ലറ്റ്, പ്രോപ്പർ ടോയ്ലറ്റ് ഇല്ല, വൃത്തിയായിട്ട് യൂസ് ചെയ്യാത്ത ടോയ്ലറ്റുകളുണ്ട്. അതുപോലെ തന്നെ ഈ പുരാവസ്തു കേന്ദ്രങ്ങളും അല്ലെന്നുണ്ടെങ്കിൽ സംരക്ഷിക്കപ്പെടേണ്ട പല സ്ഥലങ്ങളും വെറുതെ കാടും പടലും ഒക്കെ പിടിച്ചു കിടക്കുക. അതുപോലെ കുറെ പാർട്ടിക്കാർ കൊണ്ടുവന്ന് കുറെ പോസ്റ്റർ ഒട്ടിക്കും ഇതിന്റെ മണ്ടയ്ക്ക്. അവരുടെ സമ്മേളനം, ഇവരുടെ സമ്മേളനം, പിന്നെ ജാഥ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോസ്റ്റർ ഒട്ടിക്കുക. നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡ് നോക്കുക, നമ്മുടെ നാട്ടിലേക്ക് ഒരു ആൾ പുറത്തുനിന്ന് വരുന്നു നോക്കുക, എന്തെല്ലാം തരത്തിലുള്ള പോസ്റ്ററാണ് ഇവിടെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. പൈൽസിന്റെ ചികിത്സ, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിലോ പള്ളിയിലെയോ നേർച്ചയോ ഉത്സവത്തിന്റെയും പോസ്റ്റർ, കുറെ രാഷ്ട്രീയക്കാർ, ഇവരുടെയൊക്കെ കുറെ സംഘടനകൾ കുറെ എണ്ണം കൊണ്ടുവന്ന് പോസ്റ്റർ ഒടിച്ച് ചവറാക്കി കളയും ഇതുപോലുള്ള സ്ഥലങ്ങൾ. ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റുകളൊക്കെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഈ വീഡിയോക്കകത്ത് പറയുന്നത് ഒരാള് അവിടെ പെൺകുട്ടികളൊക്കെ നിൽക്കാൻ നേരത്ത് മുണ്ടുപൊക്കി കാണിക്കുന്ന ഒരു പരിപാടിയാണ് അവിടെ കാണിച്ചത്. ഇങ്ങനെയുള്ളവന്മാർ പല സ്ഥലങ്ങളിലുണ്ട്. നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ നോക്കിയിട്ട് പറയാറുണ്ട്, അവന്മാർ റെയിൽവേ സ്റ്റേഷനൊക്കെ തുപ്പി നാറ്റിക്കുന്ന ഒരു പാൻപരാഗാണ്. പിന്നെ ഭയങ്കര ഗെയിമാണല്ലോ കേരളം, ഭയങ്കര ഗെയിമാണ് കേരളം. ഉള്ള പോസ്റ്റർ ഒട്ടിച്ച് അവിടെ ഇവിടെ കൊണ്ട് പേരും ലവ്ന്നും ഒക്കെ വരച്ചു വെച്ച് വൃത്തിയാക്കിയിട്ടാൽ പോലും നശിപ്പിച്ച് കളയുന്ന പരിപാടി. പിന്നെ നമ്മൾ ഈ മാലിന്യത്തെ പറ്റി പറയാൻ നേരത്ത് അവിടെ ഒരു ബോക്സ് കൊണ്ട് വെച്ച് പ്രോപ്പറായിട്ട് വേസ്റ്റ് എടുത്തുകൊണ്ട് പോകാനുള്ള സംവിധാനമൊക്കെ ഗവൺമെന്റ് ചെയ്ത് വെക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ വേസ്റ്റ് എടുത്തിടാനുള്ള ഒരു സ്പേസ് ഇട്ട് കൊടുക്കണം. അതല്ലെന്നുണ്ടെങ്കിലാണ് ഇതൊക്കെ എടുത്ത് ആൾക്കാർ വെള്ളത്തിലേക്ക് ഇടും. നമ്മുടെ കായലുകൾ ഉണ്ടല്ലോ, ഈ വണ്ടിയൊക്കെ നമ്മൾ സർവീസിന് കൊടുക്കാൻ നേരത്ത് കരിഞ്ഞ ഓയിൽ വരുന്ന പോലെയാണ് നമ്മുടെ നാട്ടിലുള്ള കായലിൽ നിന്ന് വെള്ളം ഒഴുകി പോകുന്ന പലപ്പോഴും കാണുന്നത്. കായലിൽ നിന്ന് ഇതൊക്കെ ഈ എത്ര മനോഹരമായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ്. എത്ര മനോഹരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, എത്ര മനോഹരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോ ഈ സൂരജിന്റെ വ്ലോഗിനകത്ത് കണ്ട ആ സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലമൊക്കെ എത്ര മനോഹരമായിട്ട് യൂസ് ചെയ്യാം. പലപ്പോഴും പലർക്കും അവിടെ പോയി നിൽക്കാൻ ഭയമായിരിക്കും.
എന്തെല്ലാം തരത്തിലുള്ള വേസ്റ്റ് ആയിരിക്കും ആ വെള്ളത്തിനകത്തോട് ഒഴുകി വരുന്നത്. ചിലപ്പോൾ അവിടെ നിൽക്കുമ്പോഴായിരിക്കും വല്ല അസുഖം പിടിക്കുന്നത്. അപ്പം ലോകത്തുള്ള എല്ലാ സ്ഥലങ്ങളെ വെച്ച് നോക്കുന്നേരത്ത് നമുക്ക് ജീവിക്കാൻ പല തരത്തിലുള്ള സംവിധാനങ്ങൾ നമ്മുടെ പ്രകൃതിയിൽ തന്നെ നമുക്ക് ചുറ്റുപാടുമുണ്ട്. അവിടെയാണ് പലവന്മാരും കോഴി വേസ്റ്റും കുറേമാര് ചിത്രപ്പണികൾ, കുറെ സംഘടനകളുടെ പോസ്റ്റർ, ജാഥ, ചങ്ങല എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ട് പോസ്റ്റർ ഒട്ടി നശിപ്പിക്കുക എന്ന് പറയും. നശിപ്പിക്കുക. ഇത് കുറെ നാളായിട്ട് പറയണമെന്ന് ചോദിച്ചൊരു കാര്യമാണ്. ഈ മുണ്ടൂക്കി കാണിക്കുന്നതിന്റെ അസുഖം വേറെയാണ്. നമ്മൾ ഒരു സ്ഥലത്തെ അല്ല വരുന്നത്, നമുക്ക് ഫീൽ ചെയ്യണം, ഇത് സേഫ് ആണ്, ഇവിടെ നിന്നാൽ കൊള്ളാം, അല്ലെ? നമുക്കത് ഫീൽ ചെയ്യണം. അങ്ങനെ ഫീൽ ചെയ്യുന്ന എത്ര സ്ഥലങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടായിരിക്കും? പറഞ്ഞിട്ട് കാര്യമില്ല, സേഫ് അല്ല പലയിടവും.